അതെ, നിങ്ങളെല്ലാവരും എൻ്റെ ഈ പുറകിൽ കാണുന്ന കെട്ടിടം കണ്ടിട്ടുണ്ടാവും. നമ്മൾ കുറേ കാത്തിരുന്ന് കിട്ടിയ ഈ കെട്ടിടമാണത്. നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജാണ് എൻ്റെ ഈ പുറകിൽ കാണുന്നത്. ഇത് എന്തിനാ വന്നത് എന്നുള്ള ലെവലിലാണ് നമ്മൾ പാലക്കാട്ടുകാരെല്ലാം. ഇതില്ലാത്തതുകൊണ്ട് ഒരുപാട് മരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യലായിട്ട് പൈസ രീതിയിൽ നമുക്കിപ്പോൾ നമ്മൾ ചികിത്സയ്ക്ക് കോയമ്പത്തൂരും തൃശ്ശൂരിനും ആശ്രയിക്കേണ്ട ഗതികേടാണ് ഇപ്പോൾ നമുക്കുള്ളത്. പരിഹാരമായിട്ടാണ് ഇത് വന്നത്. പക്ഷേ അതിനൊരു യാതൊരുവിധ ഫലവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഇവിടെ കിടത്തി ചികിത്സ ആരംഭിച്ചിട്ടില്ല എന്നാണ് അറിഞ്ഞത്. ഒരു OP മാത്രം നിലനിൽക്കെ ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ ജസ്റ്റ് ഒരു പനിക്കോ ചുമയ്ക്കോ ഉള്ള ട്രീറ്റ്മെൻറ്റ് മാത്രം ഇവിടെ ചെയ്യുന്നുള്ളൂ. ഈ കാണുന്ന എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം. ഇത് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് എത്തണം. ഇവിടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. നമ്മളെപ്പോലുള്ള പാലക്കാട് ആൾക്കാർക്ക് ഈ തൃശ്ശൂരോ കോയമ്പത്തൂരോ ആശ്രയിക്കേണ്ട ഗതികേടാണ്. അത് ഇനി വരാൻ പാടില്ല. ഇത്രയും വലിയ കെട്ടിടം നോക്ക്, ചുറ്റോട് ചുറ്റും കെട്ടിടം വലിയ വലിയ കെട്ടിടമാണ്. പക്ഷെ എന്താ കാര്യം, ഇവിടെ പനിക്കും ചുമയ്ക്കും ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം കെട്ടിപ്പോക്കേണ്ട ആവശ്യം ഒരു ഉപകാരവും ഇല്ലാത്ത അവസ്ഥയായി. ഇല്ലെങ്കിൽ ഇല്ലയെന്നെങ്കിലും പറയാമെന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജ് പാലക്കാട് വന്നിട്ടും ഒരു ഉപകാരമില്ലാത്ത ലെവലിലാണ്.